അപ്പൊ ഇതാ കർക്കിടകക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. ഈ കർക്കിടകത്തില് രോഗപ്രതിരോധ ശേഷിക്കും ആരോഗ്യത്തിനും വേണ്ടി നല്ല ചൂടുള്ള ഒരു കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കിയാലോ. നമുക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഇത് വെറും ഒരു ഭക്ഷണമല്ല കേട്ടോ, മറിച്ച് മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ആയുർവേദ ഔഷധക്കൂട്ടാണ്. കർക്കിടകക്കഞ്ഞി അഥവാ ഔഷധക്കഞ്ഞി മലയാള മാസം കർക്കിടകത്തിൽ മധ്യ ജൂലൈ മുതൽ മധ്യ ഓഗസ്റ്റ് വരെ കേരളത്തിൽ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധക്കഞ്ഞിയാണ് ഇത്. 50 ഗ്രാം ചെറുപയറും 20 ഗ്രാം ഉലുവയും വെള്ളത്തിലിട്ട് കഴുകി 6 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. വെള്ളമൊഴിച്ച് അടച്ചു വെക്കാം. 20 ഗ്രാം ആശാളി കൂടി വെള്ളത്തിലിടാം. ഈ ആശാളിണ്ടല്ലോ, ഗാർഡൻ ക്രസ് എന്ന ചെടിയുടെ ഔഷധ വിത്താണ്, ഒരു ധാന്യമല്ല. നവരയരി 300 ഗ്രാം, ദശമൂലം 100 ഗ്രാം, കർക്കിടകക്കഞ്ഞി പൗഡർ 30 ഗ്രാം, ആശാളി 20 ഗ്രാം, ഉലുവ 20 ഗ്രാം, ചെറുപയർ 50 ഗ്രാം. ഇത് മൂന്നും നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി വേണം. മൺചട്ടി അടുപ്പിൽ വെച്ചു. ഒരു തുണിയെടുത്ത് അതിലേക്ക് ദശമൂലം, ഇത് നമ്മുടെ ദശമൂല ചെടികളുടെ വേരുകളാണ്. ദശപുഷ്പങ്ങളും ചേർക്കാം കേട്ടോ. ഈ കൊത്തുമരുന്ന് തുണിയിൽ കെട്ടി ഇതുപോലെ കിഴിയാക്കുക. ഇനി ഇത് കഞ്ഞി വെക്കാനുള്ള പാത്രത്തിലിടാം. ഈ വേരുകൾ വേവാനുള്ള വെള്ളമൊഴിക്കാം. ആ വെള്ളം തിളച്ച് കുറച്ച് വയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ സത്തൊക്കെ വരിക. ഇനി ഇതൊന്ന് തിളച്ച് കഷായമാകാനുള്ള വെള്ളം ഒഴിക്കാം. നന്നായി തിളച്ച് ഈ മരുന്ന് കഷായമാക്കണം. ആ കഷായത്തിലാണ് നമ്മൾ കഞ്ഞി വെക്കുന്നത്. മൂടി വെച്ച് നന്നായി വേവിക്കാം. ഒരു 15 മിനിറ്റ് സമയമെങ്കിലും ഇത് വേവട്ടെ. കർക്കിടകക്കഞ്ഞി മഴക്കാലത്ത് ശരീരത്തെ സംരക്ഷിക്കാനും പുനരുജ്ജീവിപ്പിക്കാനുമുള്ള ആയുർവേദത്തിൻ്റെ സമഗ്രമായ ഒരു സമീപനമാണ്. ഇനി നമുക്ക് ഈ കിഴി എടുത്ത് മാറ്റാം. നവരയരി ഈ കഷായത്തിലേക്കിടാം. ഇതിലേക്കിട്ട് നന്നായി മൂടി വെച്ച് വേവിക്കണം. ചെറുപയറും ഉലുവയും ഇടാം. നവരരിയിലും ധാരാളം പോഷകങ്ങളുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുതിർത്ത് വെച്ച ആശാളിയും ഇടാം. ഒമേഗ 3, ഒമേഗ 6 ഫാറ്റി ആസിഡുകൾ, വിറ്റാമിൻ എ, ബി, സി, ഇ, ഫോളിക് ആസിഡ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. രക്തശോഷണം, രക്തക്കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്നു. ഈ കർക്കിടകക്കഞ്ഞിയുടെ ഫുൾ വീഡിയോയും 1000 ലീഫ് നാച്ചുറൽസിലുണ്ട്. ഇത് വേവട്ടെ. അപ്പോഴേക്കും 1.5 മുറി നാളികേരത്തിൻ്റെ പാൽ തയ്യാറാക്കാം. അരി വേവായിട്ടുണ്ടോയെന്ന് നോക്കാം. വേവായി പൊങ്ങി വന്നിട്ടുണ്ട്, കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഇടാം. ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. ഇനി കർക്കിടകക്കഞ്ഞി പൗഡർ ഇതിലേക്ക് ചേർക്കാം. ദശപുഷ്പങ്ങളും ദശമൂലങ്ങളും, ചെറുള, കറുക, പൂവാങ്കുരുന്നില, മുക്കുറ്റി, തിരുതാളി, ഓരില, തഴുതാമ പച്ചക്ക് വേവിച്ച് കഷായമാക്കി ചേർത്താൽ മതി. ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് മരുന്നുകളൊക്കെ ഒന്ന് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ദഹനം മെച്ചപ്പെടുത്താനും എല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കാനും പ്രതിരോധ ശേഷി കൂട്ടാനും ഈ കഞ്ഞി നമ്മെ സഹായിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്യാം. ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ അതൊന്ന് തിളക്കാൻ തുടങ്ങും. അപ്പോഴേക്കും ഓഫ് ചെയ്യണം. ഈ ചൂടിൽ കിടന്ന് തന്നെ പാല് പാകാവും. കർക്കിടകക്കഞ്ഞി മഴക്കാലത്തെ പനി, ജലദോഷം തുടങ്ങിയ സാധാരണ രോഗങ്ങളെ ചെറുക്കാൻ ശരീരത്തെ സഹായിക്കുന്നു. കാലവർഷം ശക്തി പ്രാപിക്കുന്ന സമയത്ത് ശരീരത്തിലെ ദഹനശക്തി ക്ഷയിക്കുകയും രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യും. ഈ സമയത്ത് പ്രത്യേക ആഹാര ചികിത്സാ രീതിയാണ് അപ്പോൾ നിങ്ങളും ഓരോ കർക്കിടകത്തിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കും.